കൊടുങ്ങല്ലൂരിൽ UDF മുന്നേറുന്നു എന്നുള്ളതാണ്. LDFന്റെ ഉറച്ച മണ്ഡലമായിരുന്നു കൊടുങ്ങല്ലൂരിൽ. UDF മുന്നേറുന്നു. അങ്കമാലി, ആലുവ, കളമശ്ശേരി, പറവൂർ ഈ മണ്ഡലങ്ങളിലെല്ലാം UDF മുന്നേറുന്നു. കളമശ്ശേരിയിൽ P. രാജീവ് പിന്നിലാണ്, അവിടെ UDF മുന്നേറുന്നു എന്നുള്ള വാർത്തയുണ്ട്. വൈപ്പിനിലും കൊച്ചിയിലും. അതേസമയം പെരുമ്പാവൂരിൽ LDF മുന്നേറുന്നു എന്നുള്ള കൗതുകകരമായ വിവരമുണ്ട്. നമ്മൾ സഞ്ജു ഇന്നലെ പറഞ്ഞതാണ്, എത്ര സീറ്റുകൾ UDFന്റെ സീറ്റുകൾ LDF പിടിക്കുന്നു എന്നുള്ളത് ആരും ചർച്ച ചെയ്തിട്ടേ ഇല്ല. അതൊരു നിർണായക ഘടകമാകുന്നു. പെരുമ്പാവൂർ നോക്കൂ, അവിടെ LDF മുന്നേറുന്നു ഈ ഘട്ടത്തിൽ. ഇതിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, EVM എണ്ണി തുടങ്ങി കഴിയുമ്പോൾ ആദ്യ ലീഡ് LDFനാണ്. 74 ഇടത്താണ്. ഇപ്പോൾ 72 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. 64 ഇടത്തേ ഉള്ളൂ UDFന്റെ. 72, 64, 4 വലിയ നമ്പറാണ്. LDFകാർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ് ആദ്യം വന്നിരിക്കുന്നത്. LDF 72 ഇടത്ത് 64 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. 4 ഇടത്ത് NDA ഇതുവരെ പാലക്കാട്, മഞ്ചേശ്വരം, നേമം, കാസർഗോഡ് എന്നീ 4 മണ്ഡലങ്ങൾ NDA മുന്നിട്ട് നിൽക്കുകയാണ്. പിന്നെ വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. നേരത്തെ ഹർഷം പറഞ്ഞതുപോലെ LDFന്റെ ചില കേന്ദ്രങ്ങളിൽ UDFന്റെ ചില ചുരുക്കം കേന്ദ്രങ്ങളിൽ LDF മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ്. KU ജനീഷ് കുമാർ 177 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കോഴിക്കോട് സൗത്തിൽ UDF മുന്നേറുന്നു എന്നുള്ള വിവരമുണ്ട്. LDFന്റെ സിറ്റിംഗ് മണ്ഡലമായ കോഴിക്കോട് സൗത്തിൽ UDF മുന്നേറുന്നു. LDFന്റെ സിറ്റിംഗ് മണ്ഡലമായ കണ്ണൂരിൽ UDF മുന്നേറുന്നു. തിരുവമ്പാടിയിൽ LDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നത് ഒരു സൂചനയായിട്ട് നമ്മൾ കാണണം. കാരണം തിരുവമ്പാടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാമായിരുന്നു UDF മുന്നിട്ട് നിൽക്കും, UDF ആണ് വിജയിക്കുക എന്ന്. കാരണം തിരുവമ്പാടി അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ പറഞ്ഞ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഒക്കെ സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്. കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും കോഴിക്കോട് സൗത്തിലും കൊടുവള്ളിയിലും UDF മുന്നേറുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും ഒക്കെ ആദ്യ ബൂത്തുകളിൽ ഈ UDF മുന്നേറ്റം ഉണ്ടാകുമെന്ന് LDF കണ്ടിരുന്നു എന്നാണ് നേരത്തെ ഞാൻ കേട്ടത്. അവിടെ ഇപ്പോഴത്തെ വിവരം പേരാവൂര് UDF ആണ്. ആദ്യഘട്ടത്തിൽ UDF ആണ് പേരാവൂര്. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ MP രാജേഷ് പിന്നിലാണ്, അവിടെ VT ബൽറാമാണ് ലീഡ് ചെയ്യുന്നത്. കൊങ്ങാട് LDF അല്ല UDF ആണ് ലീഡ് ചെയ്യുന്നത്. മണ്ണാർക്കാട് UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. പാലക്കാട് NDA മുന്നേറുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ചിറ്റൂരിൽ LDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ചിറ്റൂർ UDF മുന്നേറുന്നു. നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നങ്ങളൊക്കെ LDFന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ചിറ്റൂരിൽ ഒരു മാറ്റം ഉണ്ടായതായിട്ടാണ്. ഗുരുവായൂരിൽ UDF മുന്നേറുന്നു, മണലൂരിൽ UDF മുന്നേറുന്നു, തൃശ്ശൂരിൽ UDF മുന്നേറുന്നു. LDFന്റെ 3 സിറ്റിംഗ് മണ്ഡലങ്ങളിൽ UDF മുന്നേറുകയാണ് തൃശ്ശൂരിൽ. ഇപ്പൊ EVM എണ്ണി തുടങ്ങുമ്പോൾ വോട്ടെണ്ണം കൂടെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. വോട്ടുകളുടെ വ്യത്യാസം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മുന്നേറുന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല ലീഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കാവുന്ന സമയമായിട്ടുണ്ട്. EVM വോട്ട് എണ്ണലിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്പസമയത്തിനകം എത്തുമെന്ന നിർണായക വിവരങ്ങൾ കൂടി വരുന്നു. 1ാം റൗണ്ട് പൂർത്തിയാകാൻ പോവുകയാണ്. EVM എണ്ണി തുടങ്ങി. ആദ്യ റൗണ്ടിന്റെ ഫലസൂചനകൾ വന്നു തുടങ്ങുന്നു. ഇപ്പൊ നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് 69 ഇടത്ത് LDFും ഒപ്പം 67 ഇടത്താണ് UDF, 4 ഇടത്ത് NDAയും ലീഡിട്ട് നിൽക്കുകയാണ്. ഈ ഘട്ടങ്ങളിലും പലയിടത്തും പൂജയും വഴിപാടും ഒക്കെ ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയുണ്ട്. ഒപ്പം ചെന്നിത്തലയ്ക്ക് വേണ്ടി നെയ്യാറ്റിൻകരയിലെ അമ്പലങ്ങളിൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ വേണ്ടി വഴിപാട് നടക്കുന്നുണ്ട് കേട്ടോ. കൗൺസിലർ ഗ്രാമം പ്രവീണിന്റെ നേതൃത്വത്തിലാണ് വഴിപാടൊക്കെ നടത്തുന്നത്. അങ്ങനെ പൂജയും വഴിപാട് നടക്കുന്നുണ്ട്. കൊയിലാണ്ടിയിൽ LDF ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്.